രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ അഗ്നിശുദ്ധിയുടെ തന്നെ ഒരു പരമ്പര തന്നെ വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ അങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലേ. അല്ലെങ്കിൽ മുകേഷിന്റെ പേര് ഇത്തരം കേസുകൾ വന്നുകൊണ്ട് കോൺഗ്രസിലെ കുറച്ച് യുവ നേതാക്കളുടെ പേരിൽ കുറച്ച് കേസുകളാകാമെന്ന രീതിയിൽ CPM-ഓ BJP-യോ കെട്ടിയെടുത്ത് കൊണ്ട് കൊടുത്ത കേസുകളല്ല. നിങ്ങൾ സുന്ദരിയാണ് അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ഭംഗിയുണ്ട്, ജാടയാണോ എന്നൊക്കെ ചോദിക്കുന്നത് അത്ര നല്ലൊരു ശീലമായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ചെയ്യേണ്ട ഒരു ശീലമായിട്ട് തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾ സുന്ദരിയാണോ എന്ന് ചോദിക്കുന്നത് അശ്ലീലമാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് പോലും വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ അദ്ദേഹം എന്തിനാണ് രാജിവെക്കേണ്ടി വരുന്നത്? പണ്ട് KSRTC ബസ്സിൽ ഇതേപോലെ ഒരാൾ നഗ്നതാ പ്രദർശനം നടത്തിയ സമയത്തും രാഹുൽ ഈശ്വർ ഇതേപോലെ ഒന്ന് ന്യായീകരിച്ചു പോയിട്ടുള്ളതാണ്. വോട്ട് കൊടുത്ത കുറെ ജനങ്ങളുണ്ട്, അവർക്ക് ഇയാളോട് ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദം ഇങ്ങനെ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൊഴുക്കുന്നതിന്റെ ഇടയിലും പോലീസുകാർ പരാതികൾ എടുക്കാൻ തയ്യാറാകുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാലും ഈ കേസുകൾ നിലനിൽക്കില്ല എന്ന പോലീസിന്റെ ധാരണയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ അങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലേ നമ്മുടെ ആളുകൾ, മലയാളികൾ ചേർന്ന് നശിപ്പിക്കാനൊന്നും ഈ ഒരു കേസുകളെ പറയാൻ പറ്റില്ല. കാരണം ഒന്നിൽ കൂടുതൽ അതിജീവിതമാരാണ് മുന്നോട്ട് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ പരാതി പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുൻപും അത്തരത്തിലുള്ള പരാതികൾ പുറപ്പെട്ടു വന്നപ്പോഴും തെളിവുകൾ ഇല്ല എന്നൊരു അടിസ്ഥാനമായിരുന്നു വന്നത്. ഇപ്പൊ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ചാറ്റ് വരെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അശ്ലീല സംഭാഷണങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വീണ്ടും വീണ്ടും അവർ മെസ്സേജ് അയക്കാതിരിക്കുമ്പോൾ പോലും അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങൾ സുന്ദരിയാണ് അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ഭംഗിയുണ്ട്, ജാടയാണോ എന്നൊക്കെ ചോദിക്കുന്നത് അത്ര നല്ലൊരു ശീലമായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ചെയ്യേണ്ട ഒരു ശീലമായിട്ട് തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾ സുന്ദരിയാണോ എന്ന് ചോദിക്കുന്നത് അശ്ലീലമാണ്. സുന്ദരിയാണോ സുന്ദരിയാണ്. താങ്കൾ എന്തുകൊണ്ട് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല? രാഷ്ട്രീയപരമായിട്ടൊരു നിലപാടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു ചാറ്റിലൂടെ പങ്കുവെക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു അഭിപ്രായവുമല്ല. മറ്റൊരു എഴുത്തുകാരി പറഞ്ഞ പോലെ അവരെ പോയ യാത്രയെ പറ്റി ചോദിക്കുന്നതിനോടൊപ്പം തന്നെ യാത്രയുടെ വിശേഷങ്ങൾ തുടക്കം കുറിക്കുക മാത്രമായിരുന്നു ആ ചാറ്റിലൂടെ ഉദ്ദേശിച്ചത്. ഒരു സ്ത്രീക്ക് കൃത്യമായിട്ട് ചാറ്റ് വെളിയിൽ വിട്ടിട്ടില്ല. അതാണ് എന്റെ മറ്റൊരു കാര്യം. അവരുടെ സ്വകാര്യത മനസ്സ് അവർ പുറത്ത് വിട്ടിട്ടില്ല. അവര് ശ്രീലങ്ക എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലിട്ട കമന്റ് മാത്രമാണ് അവർ കാണിച്ചിട്ടുള്ളത്. ബാക്കി മറ്റൊരു ചാറ്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്ത് കൃത്യമായിട്ട് ഓരോന്ന് പറയുന്നുണ്ടല്ലോ. അതേപോലെ ഇപ്പൊ അടുത്ത അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തെ തുടർന്നല്ലേ അവർ തമ്മിൽ ഒരു ബന്ധത്തിലായിരുന്നു. കൃത്യമായിട്ട് ആ ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം ആ കുട്ടീനെ അല്ലെങ്കിൽ പുള്ളിക്കാരനൊരു കമ്മിറ്റ്മെന്റ് ഇല്ല, ഞാനതിൽ ക്വറ്റ് ചെയ്യാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി അതൊരു ബന്ധവും ഇല്ല. കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഒരു ബന്ധമില്ലാതിരിക്കാന്ന രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവ് തരം താഴ്ന്ന സ്ഥിതിയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങളും കാണിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ക്ലിപ്പ്, വോയിസ് ക്ലിപ്പ് ഉണ്ട്. ആ വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട് കുട്ടിയെ ഞാൻ നോക്കിക്കോളാം, ആ കുട്ടിയുടെ അച്ഛൻ ഞാൻ ആയിരിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായിട്ട് പറയുന്ന വാർത്താ മാധ്യമങ്ങളിൽ നിന്നൊക്കെ വന്നതിന് ശേഷമാണോ രാഹുൽ മാങ്കൂട്ടത്തിന് അത്തരത്തിലുള്ള ഒരു ഓർമ്മ വന്നത് ആ കുട്ടി തന്റേതാണെന്നുള്ള രീതിയിൽ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോയിസ് ക്ലിപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങളും കാണിച്ച രാഹുൽ മാങ്കൂട്ടത്തില് ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞ അവർ കാണിക്കുന്ന വോയിസ് ക്ലിപ്പാണ്. ആ വോയിസ് ക്ലിപ്പില് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അതിനെ ഞാൻ നോക്കിക്കോളാം, ആ കുട്ടി ജനിക്കുകയാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഒരു വാർത്ത വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മറ്റേത് രീതിയിലെങ്കിലും പ്രസ്താവനകൾ വന്നു കഴിഞ്ഞാൽ അവരുടെ എടുത്ത തെളിവുകൾ ഉണ്ടെങ്കിൽ വീണ്ടും അവർ നിർത്താനല്ലേ അവരുടെ പേഴ്സണൽ സ്പേസ് അല്ലേ ഇത്? അതിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടോ? ഇതുവരെ ആ പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. അതുവരെ അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് അല്ലേ, അതിലേക്ക് നമ്മൾ ഇടപെടേണ്ട ഒരു ആവശ്യകതയുണ്ടോ? പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് പബ്ലിക്കായിട്ട് വന്നിട്ട് ഞാൻ അത് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അത്തരത്തിലൊരു ഉദ്ദേശത്തിലല്ല ചെയ്തതെന്ന് പറഞ്ഞു വെക്കാൻ പറ്റില്ല. കാരണം ആ ഒരു ചാറ്റ് വായിക്കുന്ന സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തുകൊണ്ടാണ് പല രാഷ്ട്രീയ നേതാക്കളും മുന്നോട്ട് വരാത്തതിന്റെ പ്രധാന കാരണം തന്നെ അവർക്ക് വായിച്ചു കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത്. ഒരു സ്ത്രീ ആണെങ്കിൽ കുഴപ്പമില്ല, 2-3 സ്ത്രീകളുടെ അടുത്ത് ഇത്തരത്തിൽ വീണ്ടും അവരുടെ അടുത്ത ഒരു കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതും മറ്റൊരു രീതിയിൽ കൊണ്ടുപോകാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. ആ ഒരു മെസ്സേജസ് വായിച്ചു നോക്കുന്നത് ഏതൊരാൾക്കും കൃത്യമായിട്ട് ബോധമുള്ള. അതേപോലെ തന്നെ അവർ പരാതിപ്പെട്ടിട്ടില്ല. പരാതി ചെല്ലാത്തത് ഒറ്റ കാരണം കൊണ്ടാണ് പോലീസ് കേസ് മുന്നോട്ട് കൊണ്ടുപോകാത്ത രീതിയിലാണ് വരുന്നത്. പക്ഷേ പോലീസിന്റെ അടുത്തേക്ക് അത്തരം പരാതികൾ എത്തുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കേണ്ട സ്ഥിതിയിലേക്ക് തന്നെ ആയിരിക്കും പോകാൻ പോകുന്നത്.
അല്ല, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ലല്ലോ, അപ്പുറത്തെ ചേരിയിലേക്ക് നോക്കുകയാണെങ്കിൽ മുകേഷിനെതിരെ ഇതേപോലെ ഒരു വിവാദം വന്ന ആ കേസ് കോടതിയിൽ നിലനിൽക്കുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസ് പോലും വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ അദ്ദേഹം എന്തിനാണ് രാജിവെക്കേണ്ടി വരുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കാര്യം പറയുമ്പോഴാണ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിലൊരു കേസിൽ പെടുത്താൻ വേണ്ടിയിട്ട് ഇവരാരും കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ളതല്ല. പല ആൾക്കാരും പറയുന്നു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു ഓളം അവിടെ പാലക്കാട് സൃഷ്ടിച്ചതിന്റെ ഉള്ള അസൂയ കൊണ്ട് ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കേസാണെന്നുള്ളത് കൃത്യമായിട്ടുള്ള തെളിവില്ല. ഇയാൾ അയച്ച മെസ്സേജസ് തന്നെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആരും കൃത്യമായി AI ഉപയോഗിച്ചോ ചാറ്റ് ഉപയോഗിച്ചോ ഉണ്ടാക്കിയെടുത്തതല്ല. ഇവരൊക്കെ ഓരോ സ്ത്രീകളും മുന്നോട്ട് വന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യ സമയത്ത് ഇയാളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പിന്നീടാണ് ഇയാളുടെ പേരും അതിനുശേഷം ചാറ്റുകളൊക്കെ പുറത്തേക്ക് വരുന്നത്. ഇയാൾ ചെയ്ത കാര്യം തന്നെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അല്ല ഇയാളുടെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മുകേഷിന്റെ പേരിൽ ഇത്തരം കേസുകൾ വന്നുകൊണ്ട് കോൺഗ്രസിലെ കുറച്ച് യുവ നേതാക്കളുടെ പേരിൽ കുറച്ച് കേസുകളാകാമെന്ന രീതിയിൽ CPM-ഓ BJP-യോ കെട്ടിയെടുത്ത് കൊണ്ട് കൊടുത്ത കേസുകളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച, അല്ലെങ്കിൽ ഈ ഒരു കാലത്തൊന്നും അയച്ചു ഇപ്പൊ അടുത്ത അയച്ച മെസ്സേജുകൾ ഇപ്പൊ പുറത്തു വന്നേന്നല്ല, കുറെ കാലമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് CPM-നാണെങ്കിലും BJP-ക്കാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ടോ? കാരണം അവിടെ ഇതേ രീതിയിൽ ഇതേ പാറ്റേണിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസുകൾ നിലനിൽക്കുന്ന ഒരുപാട് പേർ അവിടെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിക്കകത്ത് ഇങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഒരു നേതൃത്വ സ്ഥാനത്ത് പാലക്കാട് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ അവിടെ ഒരു കൃത്യമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാൾ അത്തരം ഒരു തെറ്റ് ചെയ്യുമ്പോൾ എന്റെ പാർട്ടിയിൽ അത് തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾക്കെല്ലാം വായി മൂടി കെട്ടിയിരിക്കാൻ പറ്റില്ല. അയാൾ ആ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ കൃത്യമായിട്ട് അയാളെ വിമർശിക്കുക തന്നെ വേണം. അയാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ ബാക്കി എല്ലായിടത്തും ചെയ്യുന്നുണ്ടല്ലോ, കുഴപ്പമില്ല, അങ്ങ് ബംഗാളിൽ ഇത് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ കർണാടകയിൽ നടക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷെ അതൊരു കേസ് ആകുമ്പോൾ മാത്രമല്ല അതൊരു തെറ്റാവുകയുള്ളൂ. കേസ് ആവുക അല്ലെങ്കിൽ കേസ് ആവുന്നതിന് മുമ്പ് തന്നെ ഇയാൾ ചെയ്ത ആ ഒരു കാര്യം തെറ്റാണെന്ന് മാത്രമാണ് എല്ലാരും പറഞ്ഞിട്ടുള്ളത്. ഇനി കേസ് ആവുന്ന സമയത്ത് രാജിവെക്കേണ്ട രീതിയിലേക്ക് ഇതൊരു പീഡനമോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് പോകുമോ? ഇപ്പൊ സുന്ദരിയാണോ ജാടയാണോ എന്ന് ചോദിക്കുന്നത് അതൊരു ലൈംഗിക വൈകൃതമൊന്നും അല്ലല്ലോ. അല്ല, നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവ് കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇയാളുടെ അടുത്തേക്ക് ഒരു പ്രായം കഴിഞ്ഞ പെൺകുട്ടികൾ ഒരു പരാതിയുമായി ചെല്ലുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ പെരുമാറില്ല എന്ന് എന്താണ് ഇത്ര ഉറപ്പ്? അല്ലെങ്കിൽ ഒരു പരിചയം ഇയാൾക്ക് നല്ല പരിചയമുള്ള ആൾക്കാരോടല്ല ഈ പോയി ഹായും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത്. അത്രയും ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദം നിലനിൽക്കുന്ന ആൾക്കാരോടൊന്നും അല്ല ഈ പോയി ചോദിച്ചിരിക്കുന്നത്. ആ ഒരു രീതിയിലാണ് ചോദിച്ചതെങ്കിൽ പോലും ആ സ്ത്രീക്ക് അതിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്കത് തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ. എനിക്കത് അൺകംഫോർട്ടബിൾ ആണ്, അല്ലെങ്കിൽ അവരാ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാത്തപ്പോൾ പോലും വീണ്ടും പോയി ഇത്രയും അധികം സംസാരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അത്ര ആത്മബന്ധമുള്ള ഒരാളൊന്നും അല്ല അത്. അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ആ ചെയ്യുന്നത് തെറ്റാണ്. അതിന് കൃത്യമായിട്ടുള്ള വിമർശനം ഏറ്റുവാങ്ങേണ്ടത് തന്നെ ഇരിക്കണം. അല്ലാണ്ട് ഇയാൾ ആ ഒരു സ്ഥാനത്ത് അയാൾ ചെയ്തത് തെറ്റല്ല. ഏത് രീതിയിൽ ഏത് രാഷ്ട്രീയ നേതാവാണ് എങ്കിലും തെറ്റുകളായിട്ട് തന്നെ നമുക്ക് പറഞ്ഞാലേ പറ്റും. എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് ചിന്താ ജെറോമിനാണെന്ന് തോന്നുന്നു. കാരണം ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പഴയ ഇന്റർവ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതില് ചിന്താ ജെറോമിനെ പ്രപ്പോസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ പറയുന്നത് അത് പരസ്യമായി നടന്നതായിരിക്കുമല്ലോ. രഹസ്യമായി എത്ര പ്രപ്പോസലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇത്തരം ചാറ്റുകളിലൂടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാലല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, ആകെ അദ്ദേഹം ലൈംഗികപരമായിട്ടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ പഞ്ചാര അടിക്കാൻ മാത്രം അദ്ദേഹം പോയിട്ടുണ്ട് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അതില് അദ്ദേഹം പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ. പണ്ട് KSRTC ബസ്സിൽ ഇതേപോലെ ഒരാൾ നഗ്നതാ പ്രദർശനം നടത്തിയ സമയത്തും രാഹുൽ ഈശ്വർ ഇതേപോലെ ഒന്ന് ന്യായീകരിച്ചു പോയിട്ടുള്ളതായിരുന്നു. അപ്പൊ അതേ രീതിയിൽ തന്നെ പുരുഷന്മാരോടുള്ള പ്രത്യേക സ്നേഹങ്ങളൊക്കെ നല്ലതാണ്. കൃത്യമായിട്ട് അതൊക്കെ നല്ല രീതിയിൽ അവർക്ക് കൃത്യമായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിക്കൊടുക്കുന്നതിനൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു തോന്നിവാസം കാണിച്ചിട്ട് ആ തോന്നിവാസത്തിന് ഇത്ര രീതിയിൽ ഇത്ര കൂളായിട്ട് ഒരു പഞ്ചാര അടിക്കുകയല്ലേ ചെയ്തത്. ഒരു ജനപ്രതിനിധി എന്ന സ്ഥാനത്തിരിക്കുന്ന ആള് കീപ്പ് ചെയ്യേണ്ട കുറെ അധികം ഡിസിപ്ലിൻ ഉണ്ട്. അത്തരം ഡിസിപ്ലിൻ എല്ലാവരും കീപ്പ് ചെയ്യേണ്ട രീതിയിൽ തന്നെയാണ്. എത്രയോ നമുക്കൊരു രാഷ്ട്രീയ രീതിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇത്ര രീതിയിലുള്ള ഒരു സ്ത്രീകൾക്കെതിരെയോ കുട്ടികൾക്കെതിരെയോ ആയിട്ടുള്ള ഇത്തരം ഒരു കേസുകൾ വരുമ്പോൾ മിക്ക രാഷ്ട്രീയ നേതാക്കളും തന്റെ സ്ഥാനം ഒഴിഞ്ഞു നിന്ന് തന്നെയാണ് ആ ഒരു കേസുകളെ പ്രതിരോധിച്ചിട്ടുള്ളത്. കാരണം അവർക്കതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അവർ ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധി എത്രയോ ജനങ്ങളാണ് അവരെ പ്രതീക്ഷിച്ചിട്ട് ആ പാലക്കാട് മണ്ഡലത്തിലുള്ള ഓരോ ചെറിയ കുട്ടി മുതൽ ഒരു മുതിർന്ന ആൾക്കാർ വരെ രാഹുൽ മാങ്കൂട്ടത്തിനോട് സ്നേഹം കൊണ്ടാണ് വരുന്നത്. അവർക്ക് അത്തരം ഒരു ഭയം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കേസ് ഇയാളുടെ പേരിൽ പുറത്തേക്ക് വരികയാണെങ്കിൽ അയാളെ തെളിയിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. അയാൾ അത്രയും ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത്. അതൊരു
രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ഥാനം വഹിക്കുന്ന ആളല്ല, പുറത്ത് സാധാരണ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാളാണ് എങ്കിൽ നമ്മൾക്ക് ഇത്രത്തോളം ഒരു രോക്ഷം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അയാൾ അവിടെ വോട്ട് കൊടുത്ത കുറെ ജനങ്ങളുണ്ട്, അവർക്ക് ഇയാളോട് ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണുള്ളത്. പക്ഷെ കോൺഗ്രസ് പാർട്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ളൊരു നിലപാട് അത് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു നിലപാട് തന്നെയല്ലേ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഏതൊരു നേതാവാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പുറത്തു തന്നെ നിൽക്കണം. പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ അഗ്നിശുദ്ധി തിരിച്ചു വരികയാണെങ്കിൽ അവരെ സംരക്ഷിക്കുമെന്നാണ് കോൺഗ്രസ് പാർട്ടി പറയുന്നത്. അത് ശരിയായിട്ടുള്ള നിലപാട് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ അഗ്നിശുദ്ധിയുടെ തന്നെ ഒരു പരമ്പര തന്നെ വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം ഒരുപാട് ചാറ്റുകളും ഒരുപാട് വ്യത്യസ്തപരമായിട്ടുള്ള ആരോപണങ്ങളുമാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത്. ഇദ്ദേഹം ഓരോ ആരോപണങ്ങളെയും എതിർത്ത് വരുമ്പോഴത്തേക്കും അടുത്ത ഒരു ഇലക്ഷനും എത്തും. ഇദ്ദേഹത്തിന്റെ ഈ ഒരു അഗ്നിശുദ്ധിയുടെ പീരീഡ് മാത്രമായിരിക്കാം ഈ ഒരു കോൺഗ്രസിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു യുവ നേതാക്കൾ എന്ന രീതിയിൽ ഷാഫിയെയും അതേപോലെ രാഹുലിനെയും ആയിരുന്നു ഉയർത്തി കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഈ ഒരു വിഷയത്തിൽ ഷാഫി പറമ്പിൽ പോലും അധികം ഒരു മുന്നോട്ട് വന്നിട്ടൊരു നിലപാട് ഉറച്ചു പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ രാഹുൽ നിൽക്കുന്ന സ്ഥിതി അത്ര തന്നെ മോശമാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ.